ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൃതി എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് കൃതി, യഥാർത്ഥ പേരല്ല. ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഡാഡിക്കും മമ്മിക്കും ഞാൻ ഒറ്റ മോളായിരുന്നു. ഡാഡി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. നല്ല സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. നല്ലൊരു കമ്പനിയായിരുന്നു അത്, നല്ല ലാഭമുള്ള കമ്പനി. കമ്പനിയുടെ ഫൗണ്ടർ തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. അദ്ദേഹത്തിന് ഒരു കൊച്ചുമകനുണ്ട്. കമ്പനിയുടെ കൊച്ചുമകൻ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അയാളായി കമ്പനിയുടെ പുതിയ ബോസ്. എൻ്റെ ഡാഡിക്ക് അയാൾ പ്രൊമോഷൻ കൊടുത്തു. അയാളും എൻ്റെ ഡാഡിയും ഒരേ പ്രായക്കാരാണ്. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറ്റി. കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഒരിക്കൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഡാഡി തൻ്റെ പുതിയ ബോസിനെയും കുടുംബത്തെയും ഞങ്ങളെ പരിചയപ്പെടുത്തി. പോകുന്ന വഴി അവരെ പറ്റിയായിരുന്നു ഡാഡിയും മമ്മിയും സംസാരിച്ചിരുന്നത്. മമ്മി പറഞ്ഞു, ഓ, എനിക്കാണെങ്കിൽ അങ്ങേരെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമില്ലെന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു, അസൂയാലുക്കൾ അങ്ങനെ പലതും പറയും. പിന്നെ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കമ്പനിയുടെ ഫൗണ്ടർ നല്ലൊരാളാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മകനെയും കൊച്ചുമകനെയും ഒക്കെ ഇവിടെ ഇപ്പോൾ കമ്പനി ചുമതല ഏർപ്പെടുത്തിയത്. കൊച്ചുമകൻ പണം ധാരാളം ചിലവാക്കും, അതല്ലാതെ വേറെ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിയിൽ വെച്ചിട്ട് അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അതായത് കൊച്ചുമകനെ, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നേക്കാൾ പ്രായം കൂടിയ ആളാണ്, സൗന്ദര്യമുണ്ട്, ദേഹത്തിന് നല്ല വലിപ്പവും ഘടനയും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങേർക്ക് അഹങ്കാരവും ഇത്തിരി പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ പാർട്ടിയിൽ കണ്ടപ്പോൾ മുതൽ അയാൾ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. പല സമയത്തും പലയിടത്തും വെച്ച് എന്നെ ഫംഗ്ഷന് വെച്ച് കാണുമ്പോഴേക്കും അടുത്ത് വന്നും എന്തെങ്കിലുമൊക്കെ കിന്നാരം പറയും. എനിക്ക് തന്നെ ഇഷ്ടമാണ്, തൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഒരു ദിവസം എൻ്റെ നമ്പർ ചോദിച്ചു. എങ്ങനെ കൊടുക്കാതിരിക്കാം? ഞാൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിൽ പിന്നെ എന്നോട് താല്പര്യമുണ്ടോ, ഇഷ്ടമാണോ, ഞാൻ വരട്ടെ, നീ കന്നിയല്ലേ, നിനക്ക് കല്യാണമാണോ ഇഷ്ടം, അതോ ലിവിങ് ടുഗദറാണോ, അതോ ടൈം പാസ്സാണോ, എന്തിനും ഞാൻ റെഡിയാണ്, നിന്നെ ഒത്തിരി കാലം എൻ്റെ കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ഈ കമ്പനിയിലാണെങ്കിൽ ധാരാളം ഫംഗ്ഷനുമുണ്ട്. മിക്കവാറും അയാളെ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും അയാളോട് സംസാരിച്ചില്ല. പക്ഷേ ഒരു ഫംഗ്ഷനിൽ വെച്ച് ആള് ഒഴിഞ്ഞ മൂലയ്ക്ക് വെച്ച് അയാൾ എന്നോട് പോപ്പോ, അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. പോപ്പോ അടിച്ചവൻ്റെ മുഖത്തൊന്ന് കൊടുക്കണ്ടേ മാഡം? അവൻ്റെ കർണക്കുറ്റിക്ക് ഞാനൊന്ന് പൊട്ടിച്ചു. അതോടുകൂടി അയാൾ എൻ്റെ ശത്രുവായി. നീ ഇനി ഒരിക്കലും എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വരില്ലെന്ന് ചോദിച്ചു. ഞാൻ പോടെന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾക്ക് പ്രതികാരം ഇളകി മാഡം. പക്ഷേ കുറച്ച് മാസങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി. പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. വീട്ടിൽ പ്രശ്നമാകുമോ എന്ന് ഭയന്ന് ഞാൻ അടിച്ച കാര്യമൊന്നും പറഞ്ഞതുമില്ല. അടികൊണ്ടത് എന്തായാലും അയാൾക്ക് വലിയ അപമാനമാണെന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചുവെങ്കിലും ഇത്രയും വലിയ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഡാഡി മരിക്കുകയും ചെയ്തു. പെട്ടെന്ന് അയാൾ വന്ന് ആശ്വസിപ്പിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ വീട്ടിൽ വന്ന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. ഡാഡി ഓഫീസിൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ ചെയ്തിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി. കൂടാതെ ഡാഡിയുടെ ജാമ്യത്തിൽ ആരോ എന്തോ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു കമ്പനിയില്ല എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ പറഞ്ഞു, ഡാഡി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. അയാൾ തെളിവുകളൊക്കെ കാണിച്ചു. എന്തൊക്കെയോ വ്യാജരേഖകളും മുദ്രപത്രങ്ങളും ഒക്കെ ആയിരുന്നു. അതിന് ഞങ്ങൾ ഉത്തരവാദിത്തം പറയണമെന്ന് പറഞ്ഞു. മമ്മി ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കിതിൽ യാതൊരുവിധ ഇടപാടുകളുമില്ലെന്ന്. അയാൾ പറഞ്ഞു, കോടികളുടെ തിരിമറിയാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്ക്. എനിക്ക് നാളെ തന്നെ പണം കിട്ടണം. ഇത്രയും പണം നഷ്ടപ്പെട്ടു പോയി, കോടികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരവാദികളാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല. ബാങ്കിൽ തപ്പിപ്പറക്കിയാൽ 1.5 ലക്ഷം രൂപ കാണും. അതുകൊണ്ട് ഒന്നുമാകില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, പണം കിട്ടിയേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും നിയമ നടപടികളിലേക്ക് ഞങ്ങൾ വലിച്ചിഴക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം നോക്കി കരഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? പലരോട് സഹായം ചോദിച്ചു, കിട്ടിയില്ല. ഇത്രയും വലിയ തുകയുടെ തിരിമറി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഡാഡി അങ്ങനെ ചെയ്യില്ല, ട്രാപ്പാണെന്നൊക്കെ അറിയാം. പക്ഷേ തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നു. അവർ രണ്ടുപേരുമാണ് വന്നത്. അതായത് അച്ഛനും അയാളും കൂടിയാണ് വന്നത്. ഞങ്ങൾ നിസ്സഹായാവസ്ഥ കൊണ്ട് കരഞ്ഞു പറഞ്ഞു, ജീവിക്കാൻ പോലും ഒരു വഴിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജോലി ചെയ്യാം, എന്താ ചെയ്യുമോന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, എന്ത് ജോലിയാണെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഡാഡിയുടെ ബോസ് പറഞ്ഞു, എങ്കിൽ മമ്മി എൻ്റെ കൂടെ പോരട്ടെ, മോളെ എൻ്റെ മകനും കൈകാര്യം ചെയ്തോളൂന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്താണ് ആ ഡീല്? ഒന്നും മനസ്സിലായില്ല. അപ്പോൾ മകൻ്റെ മുന്നിൽ വെച്ച് തന്നെ ബോസ് വന്ന് എൻ്റെ അമ്മയുടെ തോളത്ത് കൈയിട്ടു. ഞങ്ങൾ പേടിച്ചു പോയി. അമ്മയാണെങ്കിൽ നിലവിളിക്കുകയും ചെയ്തു.
അയാളെ തള്ളി മാറ്റി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പറയുകയാണ്, അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇനി ഞങ്ങളുടെ കൂടെയല്ലേ നിങ്ങളുടെ ഫുൾ ജോലിക്ക് യാതൊരു വിധത്തിലുള്ള അമാന്തവും കാണിക്കരുത്, എങ്കിൽ കോടികളുടെ കടം നിങ്ങളുടെ തലയിലാകും. അതല്ല, അച്ഛനെയും മകനെയും അനുസരിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണങ്ങളും ഉണ്ടാകും. ഓർക്കുക, അല്ലാതെ കിടന്ന് അലയ്ക്കുകയും വിളിക്കുകയും ഒന്നും ചെയ്യരുത്. ഇത് സിനിമയോ സീരിയലൊന്നുമല്ല. ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. പിന്നെ ശീലാവതികൾ ചമയുകയും ചെയ്യണ്ട. ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ ചമഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ശീലാവതികളല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കമ്പനിയിൽ വന്ന് നന്നായി പണിയെടുക്കുന്ന 2 സുന്ദരികളായ സ്ത്രീകളെയാണ്. മൂത്തതും ഇളയതും രണ്ടും ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, സാർ, ഞങ്ങൾ മാന്യതയായി ജീവിക്കുന്ന സ്ത്രീകളാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഭർത്താവല്ലാതെ ആരുമായിട്ടും എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്ന് മമ്മി കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, ചിന്തിക്കേണ്ട, പ്രവൃത്തിയിൽ മാത്രം മതി. പക്ഷേ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്തായാലും നല്ല സുന്ദരിയാണ്. നിന്നെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ എൻ്റെ സ്വന്തമാക്കണം. അന്ന് രാത്രി നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്തൊരാട്ടവും കൊഴിച്ചിലുമായിരുന്നു. നീ എൻ്റെ മുഖത്തടിച്ചു. ആ കൈ കൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി ഡാഷ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴേക്കും മമ്മി ഞെട്ടിപ്പോയി. മമ്മിക്കതറിയില്ലായിരുന്നല്ലോ. ഞാനും എന്തു പറയണമെന്നറിയാൻ നിന്നു. ഞങ്ങൾ രണ്ടുപേരും എത്ര അപേക്ഷിച്ചിട്ടും അവർ കടുകുമണി പോലും പിന്മാറിയില്ല. കൂടുതൽ മസിൽ പിടിച്ചാൽ നിയമ നടപടികളിലേക്ക് പോകും. അത് കഴിയുമ്പോൾ പിന്നെ അകത്തായിരിക്കും. അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് അമ്മയും മകളും ഇറങ്ങുമ്പോൾ ഒന്നും കാണില്ല, സ്വത്തും കാണില്ല, സ്വീകരിക്കാനും ആളുകൾ കാണില്ല. പിന്നെ അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ഇതേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ മാന്യമായിട്ട് പറയുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അനുസരിക്കുന്നു അതോ മറ്റു നടപടികളിലേക്ക് പോകുന്നു എന്നവർ ചോദിച്ചു. പക്ഷേ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. മമ്മി പറഞ്ഞു, എനിക്ക് ഇതൊക്കെ കേട്ടെന്നെ പേടിയായി. എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല, എനിക്കൊന്നും പറയാനും അറിയില്ലെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഡീലിന് സമ്മതിക്കുക, അത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കും മകൾക്കും പരസ്പരം കാണാൻ പറ്റുമോ ജന്മത്തിൽ നിന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളത് ഓർക്കാമെന്ന് 10 വട്ടം പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗത്യന്തരമില്ലാതെ അവരുടെ ഓഫർ മമ്മി സ്വീകരിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. മമ്മി പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അവൾ കൊച്ചു പെണ്ണാണ്, അവളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം പ്ലീസ്. ഞാനാണെങ്കിൽ എന്തിനും റെഡിയാകാമെന്ന്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മുതലാളി പറഞ്ഞു, അപ്പോൾ എൻ്റെ മകൻ കണി കാണാൻ വന്നതാണോ? അവനും വേണ്ടേ? അവന് ചേർന്നത് അവളാണ്. അവർ രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ചു പോകട്ടെ. നമുക്ക് രണ്ടുപേർക്കും സെയിം പ്രായമുള്ളവർ സെയിം ആക്ടിവിറ്റീസിലേക്ക് പോകട്ടെ. പിന്നീട് രക്ഷയില്ലല്ലോ മാഡം. ഞങ്ങളുടെ വീട്ടിൽ 2 ബെഡ്റൂമുണ്ട്. അവിടേക്ക് അവരുടെ കൂടെ ഞങ്ങൾക്ക് 2 പേർക്കും സെപ്പറേറ്റായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അമ്മയുടെ ഗതി എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഗതി എന്ന് പറയുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നീ കിടന്ന് ബഹളം വയ്ക്കുകയോ വലിയ ബലപ്രയോഗത്തിനോ ഒന്നും ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നന്നായി വരും. എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടാകും. നിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ നോക്കും. നിൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിക്കോളും. പേരിന് കമ്പനിയിൽ ജോലിയും കാണും. ആളുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കമ്പനിയിൽ ജോലിയുണ്ട്, മാന്യമായി ജീവിക്കുന്നു എന്ന ലേബലേ കാണുകയുള്ളൂ. കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് എല്ലാ പെണ്ണുങ്ങളോടും ഒരകലം തോന്നും. ആ സമയത്ത് നിനക്ക് നല്ലൊരുത്തനെ കല്യാണം കഴിച്ച് സെറ്റിലാകാം. എന്നും ഞാൻ നിൻ്റെ പുറകിൽ നടക്കില്ല എന്നും അയാൾ പറഞ്ഞു. അയാളുടെ ആശ്വാസവചനങ്ങളൊന്നും എന്നെ ആശ്വസിപ്പിച്ചില്ല. എങ്കിലും എനിക്ക് സർവം സഹയാകേണ്ടി വന്നു. ഞാൻ ഓർത്തു ഇന്നോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങേര് എത്രയൊക്കെ വീരത്വം പറഞ്ഞാലും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് പോലും ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തോന്നി. പക്ഷേ അപമാനം, ഇഷ്ടമില്ലാത്ത ആളുടെ സാമീപ്യം, അത് വല്ലാത്ത മനപ്രയാസമുണ്ടാക്കി. മമ്മി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഇരിപ്പുണ്ടായിരുന്നു. മമ്മി എൻ്റെ അടുത്ത് വന്ന് മൂകമായിരുന്നു. എന്നെ സമാധാനിപ്പിച്ചു. അവർ പോകാൻ നേരം പറഞ്ഞു, ഇത് നല്ലൊരു ഡീലാണ്, നിങ്ങൾ ഓർക്കണം. പിന്നെ ഞങ്ങളുടെ അത്യാവശ്യം വമ്പൻ സുഹൃത്തുക്കളുണ്ട്, അവരും വരും. ഒത്തിരി ആളുകളൊന്നും കാണില്ല, ഒരു 3-4 പേരൊക്കെ. അവർക്കും ഈ കമ്പനിയിൽ നല്ല ഷെയർ ഉള്ളതാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണം നമ്മൾക്കും ഗുണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അച്ഛനും മകനും കൂടെ പോയി. മാഡം, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വലിയൊരു നരകം തന്നെയായിരുന്നു എന്ന് തോന്നി. ജീവിതം അവസാനിപ്പിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനും മമ്മിയും കണ്ണിൽ നോക്കി കരഞ്ഞു. പിന്നെ സമാധാനിച്ചു. മമ്മി പറഞ്ഞു, നിന്നെ ഓർത്തായിരുന്നു എനിക്ക് പേടി. എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട്
അതുകൊണ്ട് ആണുങ്ങളെ കുറച്ചെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റും. നീ ആദ്യമല്ലേ, കൊച്ചല്ലേ, നിന്നെ അയാൾ ഉപദ്രവിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, എന്നോട് ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞില്ല മമ്മി, എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. മമ്മി എന്നെ അത്ഭുതത്തോട് നോക്കി. എന്തായാലും എന്നേക്കാൾ ധൈര്യവതിയാണ് നീ, നമുക്കിനി വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. കണ്ണിൽ നോക്കി ഞങ്ങളതങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അച്ഛനും മകനും എക്സ്ചേഞ്ചിൻ്റെ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മകൻ എന്നോട് ഇത്തിരി പ്രേമം പോലെയുണ്ട്, അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ച് അച്ഛൻ മമ്മിയിൽ തന്നെ ഒതുങ്ങി. മകൻ എന്നിലും. പിന്നെ ചില ബിസിനസ് ഡീലിങ്സ് വരുമ്പോൾ മാത്രം ഞങ്ങളുടെ സഹകരണ സംഘം ഒന്ന് തുറക്കണമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ ഒറ്റയ്ക്കാണ് വരുന്നത്. വരുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ചു പറയും, ഞങ്ങൾ റെഡിയായി നിൽക്കും. ചിലപ്പോൾ ഡാഡിയാണ് വരുന്നതെങ്കിൽ മമ്മി റെഡിയായി നിൽക്കും, അല്ലെങ്കിൽ അയാളാണ് വരുന്നതെങ്കിൽ ഞാൻ റെഡിയായി നിൽക്കും. മിക്കപ്പോഴും രാത്രിയാണ് വരുന്നത്. വരുന്ന കാര്യം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ കരുതും, റെഡിയായി നിൽക്കും. അവരെ വെറുപ്പിക്കരുതല്ലോ. ഒരു ദിവസം ഡാഡി വിളിച്ചു പറഞ്ഞു ഡാഡി വരുന്നുണ്ടെന്ന്. മമ്മി റെഡിയായി നിന്നു. ഞാനാണെങ്കിൽ റെഡി ആയിട്ടുമില്ല. വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു നീ റെഡിയായി നിൽക്കാൻ. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. കൂടെ വന്നാൾ എന്നെ അടിപിടി നോക്കിയിട്ട്, ഇവൾ ഒരു ഭൂലോക സുന്ദരിയാണല്ലോ, ഇവൾക്കൊരിക്കലും വിവാഹമൊന്നും ചേരില്ല. കാര്യം പല ആണുങ്ങളും ഇവളെ മോഹിക്കും. ഒരുത്തിൻ്റെ കൂടൊന്നും അടങ്ങിയൊതുങ്ങി നിൽക്കാൻ ഇവൾക്ക് സാധിക്കുമെന്നും തോന്നില്ല. മോളെ, നീ ഈ ഫീൽഡിലേക്ക് വന്നത് വളരെ നന്നായി. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അയാൾ എന്നെ ആശ്ലേഷിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കാണെങ്കിൽ പുതിയ ഡീലിങ്സിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും കമ്പനിയുടെ ഓണർ ഡാഡിയല്ലേ, അയാൾ പറഞ്ഞത് ഞാൻ കേൾക്കണ്ടേ എന്നോർത്ത് ഞാനും പോയി ഫ്രഷായി വരട്ടെ എന്ന് പറഞ്ഞ് ഫ്രഷാകാൻ പോയി. ഞാൻ ഓർത്തു ഡാഡിയുടെ സുഹൃത്തായിരിക്കും വരുമെന്ന്. പക്ഷേ അങ്ങേർ എൻ്റെ മുറിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നെന്തോ അയാൾ അങ്ങനെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് എനിക്ക് മോഹം തോന്നുന്നു. ഇന്ന് ഞാൻ നിയമാവലികളെല്ലാം തകർക്കാൻ പോവുകയാണ്. അയാൾ നിൻ്റെ മമ്മിയോടൊത്ത് സല്ലപിക്കട്ടെ. എനിക്ക് നിന്നെ ഇന്ന് കൂടുതൽ അടുത്തറിയണമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ല, അത് അച്ഛൻ്റെ മകൻ്റെ പ്രശ്നമാണ്. ഞാനിപ്പോൾ സർവസഹായി മാറിയിരുന്നു. ഡാഡി പറഞ്ഞത് നിന്നെ എനിക്ക് പണ്ട് തൊട്ടിരുന്ന ഓട്ടമുണ്ടായിരുന്നു. എൻ്റെ മോന് നിന്നോട് ഓവർ പൊസസീവ്നെസ്, അതുകൊണ്ടാണ് അടുത്ത് വരാതിരുന്നത്. അവനിപ്പോൾ 2-3 മാസത്തേക്ക് ഇവിടെയില്ല, ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ്. വരും. അപ്പോഴേക്കും അറിഞ്ഞെങ്കിൽ അറിയട്ടെ. എന്തായാലും നീ എൻ്റെ സുന്ദരി എന്ന് പറഞ്ഞാണ് അയാൾ വന്നത്. എനിക്ക് പിന്നെ അച്ഛനായാലും മകനായാലും എന്ത്, ഞാൻ ആ ഒരു വെട്ടിലേക്ക് വീണു പോയില്ലേ. അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ശരിക്കും നീയാണ് സുന്ദരി. സുന്ദരി മാത്രമല്ല, പല ഗുണഗണങ്ങളും നിനക്കുണ്ട്. എൻ്റെ കൂട്ടുകാർക്കൊക്കെ നീ ഒരു വിരുന്നൊരുക്കണം ഇനി എന്നോന്ന് പറഞ്ഞു. പിന്നീട് അയാളും അയാളുടെ സുഹൃത്തുക്കളും പലപ്പോഴും വന്നു. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും മകൻ വന്നു. അയാൾ എന്നെ കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു. നീ ഡാഡിക്കും കിളവന്മാർക്കും വേണ്ടി വിരുന്നൊരുക്കുകയല്ലേ, നീ എൻ്റെ മാത്രം സ്വന്തമായിരിക്കും ഞാൻ കരുതി. പക്ഷേ നീ പോലും എതിർത്തില്ല. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഡാഡി വന്നതിൽ. പക്ഷേ അങ്ങേർക്കത് ഇഷ്ടമായിരുന്നില്ല. അങ്ങേർ അവിടെ കിടന്ന് ബഹളം വെക്കുകയും ചെയ്തു. അവസാനം പ്രഖ്യാപിച്ചു, എന്തായാലും ഇനി നിന്നോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നിന്റെ ചിലവുകളൊക്കെ ഞാൻ തന്നെയായിരിക്കും നോക്കുന്നത്. മമ്മിയും മോളും ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണം. എല്ലാവരും പറഞ്ഞത് കേട്ട് എനിക്ക് മടുത്തെന്ന് പറഞ്ഞു. ഇനി തൊട്ട് ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ എൻ്റെ അടുത്ത് വന്നില്ല. എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരിക്കാം മമ്മിയുമായിട്ട് കൂടുതൽ അടുത്തു. അത് കഴിഞ്ഞ ശേഷം അയാൾ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ട് എനിക്ക് ഓരോ ദിവസവും ഫ്രീ ആയുള്ള ഓരോ ദിവസവും അയാൾ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നു. പണ്ട് അയാൾ 1-2 പേരെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. അയാൾ പറയുന്ന എല്ലായിടത്തും ഞാൻ പോകണം. എൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ മമ്മി ഒത്തിരി ദുഃഖിച്ചു. മോളെ, നിന്നെക്കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. വെള്ളത്തിൽ വീണാൽ പിന്നെ ഒഴുകി പോകുകയല്ലാതെ വേറെന്താ വഴി. സമൂഹത്തിന് താഴേക്കിടയിലുള്ള പല ആളുകളെയും അയാൾ കൂട്ടിക്കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ തെരുവ് പെണ്ണുങ്ങൾക്ക് പോലും ഈ അവസ്ഥയില്ല. അവർക്കൊരു ചോയ്സ് ഉണ്ട്, എനിക്ക് ചോയ്സ് ഇല്ല. പല വൃത്തികെട്ട കാര്യങ്ങൾക്കും വൃത്തികെട്ട ആളുകൾക്കും കൂട്ട് ഞാൻ നിൽക്കേണ്ടി വന്നു. ഒരു ദിവസം ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഒരു പ്രതികാരം പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, നീ എന്നെ പണ്ട് അടിച്ചില്ലേ, അതിൻ്റെ പ്രതികാരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നിൻ്റെ അമ്മയെ കുറച്ചൊക്കെ വെറുതെ വിടാം, നിന്നെ വെറുതെ വിടാൻ പറ്റില്ല. നീ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം കേൾക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് മാഡം, സഹിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ഡാഡിക്ക് എന്നോടുള്ള അടുപ്പം കുറഞ്ഞു. കാര്യം മകൻ മറ്റു പലരുമായിട്ടും എന്നെ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്കറിയാമല്ലോ. പക്ഷെ ഒരു ദിവസം
മമ്മി വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു. അവൾ കൊച്ചു പെണ്ണല്ലേ, അവളെ വെറുതെ വിടൂ. ഇങ്ങനെ പല ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ മകൻ സെലക്ട് ചെയ്ത് മാത്രമേ ആളുകളെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ലെന്ന് മമ്മിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മമ്മി പറഞ്ഞു, അങ്ങനെയല്ല, അവളെ നിങ്ങളുടെ മകൻ കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയില്ലാത്തിടത്തേക്കാണ്. അങ്ങനെ പറ്റില്ല, അവൾ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറയുകയാണ്, എങ്കിൽ പറ, നിന്റെ ഭർത്താവായിരുന്നോ അതോ ഞാനാണോ നല്ലത് എന്ന് നീ പറയണം. നിന്റെ ഭർത്താവിന് യാതൊരു കഴിവുകളില്ലെന്നും ഞാൻ ഏറ്റവും നല്ല കഴിവുള്ളവനാണെന്നും ഞാൻ മാത്രമാണ് ഏറ്റവും മികച്ചതെന്നും നീ പുകഴ്ത്തൂ എന്ന് പറഞ്ഞു. മമ്മിക്ക് ആദ്യം അത് ഇഷ്ടമല്ല. എങ്കിലും അയാൾ പറഞ്ഞുകൊണ്ട് മമ്മിയെ അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും മമ്മി അയാളെ പുകഴ്ത്തി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് ഉത്സാഹമായി. വളരെ സൈക്കോ മെൻറ്റാലിറ്റി ഉള്ള ആളാണ് അയാളും അയാളുടെ മകനും. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും മമ്മിയും അയാളുടെ വലയിൽ പെട്ടിരിക്കുകയാണല്ലോ. ഇടയ്ക്ക് മമ്മി നിർബന്ധിച്ചു, എൻ്റെ മോളെ ഇങ്ങനെ അങ്ങോട്ടാക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോഴേക്കും അയാൾ മകനോട് പറഞ്ഞു, എടാ മതി അവളെ കഷ്ടപ്പെടുത്തിയത്, നിന്റെ സ്വഭാവങ്ങളൊക്കെ കുറയ്ക്കൂ, വളരെ സെലക്റ്റീവായ ആളുകൾ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് മകൻ ഇപ്പോൾ ആക്ടിവിറ്റീസൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ അടുത്തേക്കൊന്നും വരികയില്ല, അല്ലാതെയുള്ള നിയന്ത്രണമാണ്. കാരണം ഞാൻ അയാളുടെ കൂടെ പോയെന്ന് പറഞ്ഞാലും എന്നെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. കമ്പനിയിൽ ആദ്യം ഉണ്ടായിരുന്ന മുതലാളിയെ ഇവരുടെയൊക്കെ മുത്തശ്ശിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി മാഡം. പക്ഷേ അയാളും അപ്പോൾ മക്കളുടെ രണ്ടുപേരുടെയും മകൻ്റെയും കൊച്ചുമകൻ്റെയും കഥ അറിഞ്ഞ ശേഷം എന്നോട് പറയുകയാണ്, എനിക്ക് ഒട്ടും വയ്യ, എങ്കിലും നിങ്ങൾ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി അമ്മ തന്നെ അയാളുടെ അടുത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങി. തീരെ വയ്യെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അഗ്നി ജ്വലിപ്പിക്കണം എന്നാണ് അയാളുടെ നിർദ്ദേശം. മമ്മി അത് ഏറ്റെടുത്തോടുകൂടി എനിക്കത്ര വലിയ തലവേദനയില്ല. എന്നാലും ഈ മകൻ അയാൾ എന്നോടുള്ള പ്രതികാരം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു നിർദ്ദേശങ്ങൾ തരും. നീ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ആ ആളാണ് എന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ആ ചില കാര്യങ്ങളും അയാൾ നിർബന്ധിക്കാറുണ്ട്. ചില മനുഷ്യരെ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയും എനിക്ക് വയ്യാന്ന്. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കും. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂന്ന്. അങ്ങനെയൊക്കെ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ കൂടിയാണ് ഞാനും അമ്മയും കടന്നു പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മാഡം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണമുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹവുമുണ്ട്. ഒന്നും നടക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കഥയാണോ യഥാർത്ഥമാണോ എന്ന് നമുക്ക് അറിയുകയില്ല. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, കഥയിലാണെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ഒരു സ്ത്രീ അവൾ വന്നിട്ട് അവളുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ലോകത്തിലുള്ള മുഴുവൻ പേര് സപ്പോർട്ട് ചെയ്യും. പുരുഷനും സപ്പോർട്ട് ചെയ്യും, സ്ത്രീയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു നാണക്കേടുണ്ട്. ഇപ്പം ആകെ നനഞ്ഞു കഴിഞ്ഞാൽ കുളിരില്ലേ. ഇപ്പോൾ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പോയി രോഗങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിയമത്തിൻ്റെ വഴിയിൽ പോകുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ആണുങ്ങൾക്ക് സാധകമായിട്ട് നിയമം നിൽക്കില്ല. അപ്പോൾ പിന്നെ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. എന്തിനാണ് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്? കുറച്ച് നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടും കുറേ പണത്തിന് വേണ്ടിയിട്ടോ. അതിപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലേ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആളുകളൊക്കെ കാണും. എന്തിനാണ് അത്ര വലിയ ക്രൂരമായ പദ്ധതികളിൽ കൂടി കടന്നു പോകുന്നത്? അതിന് കാര്യമില്ല. അതിന് കുറച്ചെങ്കിലും ധൈര്യം വേണം. ഒരു പക്ഷേ ആദ്യമേ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ അബദ്ധത്തിലേക്ക് വരികയില്ലായിരുന്നു. കാരണം നിങ്ങളുടെ അച്ഛൻ വരുത്തി വെച്ച ബാധ്യതയില്ലേ, അതെങ്ങനെയാണ് നിങ്ങൾക്കാകുന്നത്? ഒരിക്കലും അവരെ ഭീഷണിപ്പെടുത്തിയാലൊന്നും അങ്ങനെ പറ്റില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് നിയമസഹായം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിർത്താൻ പറയുക. പിന്നെ ആളും ബലവും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ആരായാലും പേടിച്ചു പോകും, പ്രത്യേകിച്ച് സ്ത്രീകൾ. പക്ഷേ ഇതിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ചാനലുകാരനെ കണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് വേണമെങ്കിലും ഈ ഒരു സംഗതി വെളിച്ചത്ത് കൊണ്ടുവന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം. നിങ്ങൾ ഒരിക്കലും അത് ശ്രമിക്കാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ വീടങ്ങ് പോയെന്ന് വെച്ചു, നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഷെൽട്ടർ ഹോമുണ്ട്, അവിടെ കഴിയാം. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഹോം നേഴ്സിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാം. അപ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ അന്തസ്സുള്ള ഒരു ജോലിയാണത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. രക്ഷപ്പെടണമെങ്കിൽ 100 വഴികളുണ്ട്. പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ കേൾക്കും എങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്കാണ് കുഴപ്പം. അല്ലാതെ സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിയമങ്ങൾ കൂടുതൽ അവർക്ക് സാധകമായിട്ടുള്ളതായതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കുമൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ആ വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ല? വിവരം
അവരും കൂടെ വേണ്ടേ? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പത്രത്തിൽ വരുന്ന വാർത്തകൾ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നാണ്. അതൊന്നും ചെയ്യാതെ അയ്യോ സാറ് വന്നു, അത് കഴിഞ്ഞ് മോൻ വന്നു, അത് കഴിഞ്ഞ് മുത്തശ്ശൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാകില്ല. ആർക്കും നമ്മളെ ഒന്നുമാക്കി മാറ്റാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രതികരണം ഉണ്ടെങ്കിൽ, അല്ലാതെ എല്ലാവരും പേടിച്ച് എല്ലാ കാലത്തും കഴിയാൻ പറ്റുമോ? അപ്പോൾ ഈ കഥ ഒരു ഭാവന കഥയായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും ഇങ്ങനെ ആരെങ്കിലും അകപ്പെട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിയമസഹായത്തിലേക്ക് കയറി ചെന്നേക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെങ്കിലും ഗവൺമെൻറ് ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിട്ടേക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് രക്ഷപ്പെടാം. സ്ത്രീകളെ കാത്ത് എന്തെല്ലാം ജോലി ഇരിക്കുന്നു. ഒരു ആണ് ജോലിക്കിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ പെണ്ണുങ്ങൾ ഒരു ജോലിക്കിറങ്ങി കഴിഞ്ഞാൽ എന്ത് ജോലിയാണെങ്കിലും കുറച്ച് പണമേ കിട്ടുകയുള്ളൂ. വിലവൻ്റെ കയ്യിലിരിക്കുന്ന എന്താ പറയുന്ന പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ചെറിയ തുകയ്ക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത്. അതിനുള്ള ധൈര്യം വേണമെന്നുള്ളൂ. അതൊന്നും മറ്റുള്ളവർ വന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമസഹായ സംവിധാനത്തിലേക്ക് ചെല്ലുക, കാര്യങ്ങൾ പറയാൻ നിങ്ങൾ രക്ഷപ്പെടും. അതല്ലാതെ അവരെയൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യവും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലില്ല.